മക്കളെ, ഇന്ന് നമുക്ക് സെക്കൻഡ് മിഡ് ടേം ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് മിഡ് ടേം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെ മിഡ് ടേം ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം സഹി മിലാൻ കരീം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ചീംട്ട पत्ते के नाव के नीचे दिखाई पड़ा पानी में तरकर टहनी पर आ गया അല്ലേ? അതാണ് ശരിയായിട്ടുള്ളത് അല്ലേ? ചീംട്ട എന്താണ് ചെയ്തത്? പാനീമേം തർക്കർ വെള്ളത്തിൽ നീന്തി ടഹനി पर आ गया മരച്ചില്ലയിലേക്ക് വന്നു. ലാൽ കാല കീട ലാൽ കാല കീട पत्ते के नाव के नीचे दिखाई पड़ा അല്ലേ? पत्ते के नाव के नीचे दिखाई पड़ा എന്നാണ് ആൻസർ വരിക. गुड्डू और गुडली उल्टी बहती नाव के पीछे भागे എന്ന ആൻസർ വരും. केंचुआ पानी के अंदर चला गया. അപ്പോൾ നമ്മൾ പുതിയ ഒരു ക്വസ്റ്റ്യൻ, അതായത് പുതിയതായിട്ട് മാറി വന്നത് കാ ഖ ഗംഗ എന്ന് എഴുതാനാണ് അല്ലേ? അപ്പോൾ ഇവിടെ കാ ഖ ഗ എന്ന് തരും. ഈ സൈഡിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാ ഖ ഗ എന്ന് തരും. ഇപ്പുറത്ത് താ ഥ ധ എന്നും തരും. താ ഥ ധ ധ വരും. താ ഥ ധ ധ 4 എണ്ണയിലുള്ളൂ. അപ്പോൾ ഇവിടെ താ ഥ ധ ധ വരെ വരും. അത് നിങ്ങൾ യോജിച്ചത് എടുത്തെഴുതുക. എഴുതിയത് കാണിക്കാം. കായും ധായുമാണ് ശരി. കായും ധായും. പിന്നെ ഗായും തായുമാണ് ശരി. ഗായും ധായുമാണ് ശരി. ഗായും ധായുമാണ് ശരി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത മൂന്നാമത്തെ വർക്കാണ് നമ്മൾ നോക്കുന്നത്. വിശേഷണ ശബ്ദമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോറി, അതിന് മുമ്പ് ഒന്നുണ്ട്. ക്രമസേ ലിഖേം എന്ന് പറഞ്ഞിട്ട് ക്രമസേ ലിഖേം. നാവ് പലടുക്ക ഈ തോണി മറിഞ്ഞു. കേഞ്ചുവ ഓർ ചീംട്ട ബച്ച് ഗയ കേഞ്ചുവയും ചീംട്ടയും രക്ഷപ്പെട്ടു. ചീംട്ട പറഞ്ഞ ഉറുമ്പ്, കേഞ്ചുവ പറഞ്ഞ മണ്ണിര. മണ്ണിരയും ഉറുമ്പ് രക്ഷപ്പെട്ടു. गुड्डू और गुडली ने बारिश के बाद पत्ते की नाव तैराने की कोशिश की. ഗുഡ്ഡുവും ഗുഡലിയും മഴയ്ക്ക് ശേഷം ഇലത്തോണി നീന്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഗുഡലി തർബദർ ഹോ ഗയി. ഗുഡലി ആകെ നനഞ്ഞു. ഗുഡ്ഡുവിനെ ചാന്ദിനി കെ പേട് കോ സോർ സെ ഹിലാ ദിയ. ഗുഡ്ഡു ചാന്ദിനി പേട് പിടിച്ചിട്ട് ശക്തമായിട്ട് കുലുക്കി. ശക്തമായി പിടിച്ച് കുലുക്കി എന്നാണ് പറഞ്ഞത്. വിശേഷൺ ശബ്ദമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഗീലി ചോട്ട കാല, ഇതാണ് വിശേഷൺ ശബ്ദമായിട്ട് വരുന്നത്. നനഞ്ഞ, ഗീലി പറഞ്ഞ നനഞ്ഞ, ചോട്ട പറഞ്ഞ ചെറിയ, കാല പറഞ്ഞ കറുത്ത, ഇതൊക്കെയാണ് ഇവിടെ വിശേഷൺ ശബ്ദമായിട്ട് വന്നിരിക്കുന്നത്. ഭയാ ഹമാരി ചിടിയാറാണി കവിത കിസ്നെ ലിഖി. ഭയാ ഹമാരി ചിടിയാറാണി എന്ന കവിത എഴുതിയത് ആരാണ്? മഹാദേവി വർമ്മയാണ് ഭയാ ഹമാരി ചിടിയാറാണി എന്ന കവിത എഴുതിയത്. ആരാണ്? മഹാദേവി വർമ്മയാണ് കവിത എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ. സമാനാർത്ഥ വാലെ ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷി, പങ്ക്, ടെഹനി, ജൽ. പക്ഷി പറഞ്ഞ ചിടിയ, പങ്ക് പർ, ടെഹനി ഡാലി, ജൽ പാനി എന്നാണ് ഇവിടെ വരിക കേട്ടോ. സമാനാർത്ഥക ശബ്ദം ചോദിച്ചത്. അപ്പം ജൽ എന്നത് പാനി. घर आकर भी गुड्डू हंसता रहा था. वह यादों के गुड्डू के डायरी के रूप में ഡയറി മേ ക്യാ ലിഖാ ഹോഗ എന്നാണ്. ഗുഡുവിൻ്റെ ഡയറിയിൽ എന്താണ് എഴുതിയതെന്നാണ് ചോദ്യം. ഗുഡുവിൻ്റെ ഡയറി നോക്കാം നമുക്ക്. ഗുഡുവിൻ്റെ ഡയറി. ആജ് അവിസ്മരണീയ ദിന്ത, ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. മേം ഗുഡലിക്ക് സാത്ത് കേല, ഞാൻ ഗുഡലിയോടൊപ്പം കളിച്ചു. പത്തേക്ക് നാവ് ബനായ, കടലാസ് തോണി ഉണ്ടാക്കി. നാവ് പാനിമേ പലടുക്കൈ, തോണി വെള്ളത്തിൽ മറിഞ്ഞു. കേഞ്ചുവ ഓർ ചീംട്ട കേഞ്ചുവ ഓർ ചീംട്ട ബച്ച് ഗയ, കേഞ്ചുവയും ചീംട്ടയും രക്ഷപ്പെട്ടു. മേം ചാന്ദിനിക്ക് പേട് ഹിലാ ദിയ, ഞാൻ ചാന്ദിനി മരം പിടിച്ച് കുലുക്കി. ഗുഡലി തർബദർ ഹോ ഗയി, ഗുഡലി ആകെ നനഞ്ഞു കുളിച്ചു. മേം കീച്ചടുമേ ഗിര, ഞാൻ ചളിയിൽ വീണു. ബോത്ത് മസാദ, വളരെ രസമായിരുന്നു. അത്രയാണ് നമ്മൾ ഗുഡുവിൻ്റെ ഡയറി എഴുതിയിരിക്കുന്നത്. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.